കഥ തുടരുന്നു. വിചാരിച്ചതുപോലെ തന്നെ അച്ഛൻ്റെ മറുപടി വന്നു. എന്തിനാണ് മോളെ നിങ്ങൾ പോകുന്നിടത്ത് സ്വർഗത്തിലെ കട്ടുറുമ്പ് പോലെ അവളെ കൂടി കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. മഹാവികൃതിയാണവൾ. വിനയനൊരു സ്വൈരവും കൊടുക്കില്ല. നിനക്കും ഒരു സ്വാതന്ത്ര്യം കാണില്ല. അവളെ പിന്നീടൊരിക്കൽ കൊണ്ടുപോകാം. കുട്ടിയല്ലേ, ഇനി എത്രയോ അവസരങ്ങളുണ്ട്. കീർത്തിക്ക് ചിരി വന്നു. അച്ഛൻ്റെ മനസ്സ് താൻ എത്ര നന്നായി പഠിച്ചിരിക്കുന്നു. നോക്കൂ വിനയേട്ടാ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ എഴുതിയിരിക്കുന്നു. നമ്മൾ മധുവിധുവിന് പോകുന്നുവെന്നാവും നിന്റെ അച്ഛൻ്റെ വിചാരം. അതുകൊണ്ടാണ് സ്വർഗത്തിലെ കട്ടുറുമ്പെന്ന് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് മധുവിധ ട്രിപ്പൊന്നുമല്ല. അതൊക്കെ വീട്ടിൽ വെച്ചേ കഴിഞ്ഞു. ഇതൊരു വെറും സാധാ ട്രിപ്പാണെന്ന് പറയാം. വൈകുന്നേരം തന്നെ വിനയേട്ടനുമൊത്ത് വീട്ടിലെത്തി. രശ്മിക്ക് ജീവൻ വെച്ചതുപോലെ തോന്നി. അവൾ ഓടിയെത്തി പരിഭവം പറഞ്ഞു. കണ്ടോ ചേച്ചി, അച്ഛൻ ചേച്ചിയുടെ കൂടെ വരണ്ടാന്ന് പറയുന്നു. അച്ഛനോട് ഞാൻ പിണങ്ങിയിരിക്കുകയാണ്. കീർത്തിയും പരിഭവം കാട്ടി. എന്താ അച്ഛത്? അവളെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? എങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. അതല്ല മോളെ ഞാൻ പറഞ്ഞത്. വിനയന് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് അസൗകര്യമായിരിക്കും. വിനയൻ ചിരിച്ചു. ഒരു അസൗകര്യവുമില്ല. അച്ഛൻ വിചാരിക്കുന്നത് പോലുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. രശ്മി ഉണ്ടെങ്കിലേ യാത്രയ്ക്ക് ജീവനുണ്ടാവും. അമ്മയും പ്രത്യേകം പറഞ്ഞയച്ചിരിക്കുകയാണ് രശ്മിയുടെ കാര്യം. അച്ഛൻ പിന്നെ തടസ്സമൊന്നും പറഞ്ഞില്ല. എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. രശ്മി തുള്ളിച്ചാടി. കീർത്തിയുടെ കൈവെള്ളയിൽ വീണ്ടും വീണ്ടും ഉമ്മ വെച്ചു. തുള്ളിച്ചാട്ടമൊക്കെ ഇവിടെ. അടങ്ങി ഒതുങ്ങി വിനയം പറയുന്നതിനനുസരിച്ച് നിന്നോളണം, കേട്ടല്ലോ? അച്ഛൻ രശ്മിയെ ഉപദേശിച്ചു. തുള്ളി ചാടിക്കോട്ടെ, അവൾ കുട്ടിയല്ലേ. അല്ലേ രശ്മി? നിങ്ങൾ രണ്ടാളും കൂടിയാണ് ഇവളെ വഷളാക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഇവളിപ്പോൾ തീരെ അനുസരിക്കില്ല. അച്ഛൻ വെറുതെ പറയുക, ഞാൻ അനുസരിക്കും. രശ്മി കൃഷ്ണൻകുട്ടി എന്ന് വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി. യാത്രയുടെ കാര്യം അവനോട് പറയാനാവും. കീർത്തിയും രശ്മിയും കൃഷ്ണൻകുട്ടിയും കൂടി സൂട്ട് കേസുകളും എയർ ബാഗുകളും നിറയ്ക്കാൻ തുടങ്ങി. വിനയം ചോദിച്ചു, ഇതെന്തിനാ ഇത്രയേറെ? കണ്ടിട്ട് അവിടെ സ്ഥിരതാമസത്തിനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നല്ലോ. അത്രയധികമൊന്നുമല്ല വിനയേട്ടാ, കീർത്തി പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ. അയാൾ സാരികളും ഷർട്ടുകളും എണ്ണാൻ തുടങ്ങി. 15 സാരി, 10 ഷർട്ട്, 12 ഉടുപ്പ്. അയ്യോ, ഒരാഴ്ച താമസത്തിലാണോ ഇത്രയും? ഇരിക്കട്ടെ വിനയേട്ടാ, അവിടെ നിന്നും നമുക്ക്. രശ്മിയാണ് മുഴിപ്പിച്ചത്. ഊട്ടി മൈസൂറും ഇല്ലേ ചേച്ചി? ശരി ശരി. വിനയൻ പിന്നൊന്നും പറഞ്ഞില്ല. യാത്ര പുറപ്പെടുന്നതിന് തലേ ദിവസം കീർത്തി രാധികയ്ക്ക് എഴുതി. നീ കളിയാക്കരുത്. നീ പലവട്ടം ചോദിച്ചിട്ടില്ലേ ഞങ്ങൾ മധുവിധുവിനെ എവിടെയൊക്കെ പോയി എന്ന്? മനഃപൂർവ്വമാണ് അന്നൊന്നും മറുപടി എഴുതാതിരുന്നത്. വിനയേട്ടന് ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇതുവരെ എങ്ങും പോയില്ല. ഏതായാലും വിവാഹം കഴിഞ്ഞിട്ട് 2 കൊല്ലങ്ങൾ കഴിഞ്ഞ ഈ അവസരത്തിൽ ഞാനും വിനയേട്ടനും കൂടി പുറപ്പെടുന്നു. രസം തോന്നുന്നു ഇല്ലേ? പിന്നെ ഈ യാത്ര മധുവിധ ആഘോഷിക്കാനൊന്നുമല്ല, വെറുതെ ഒരു യാത്ര. രശ്മിയൊപ്പമുണ്ട്. അവളെ കൂടെ എല്ലായിടവും ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. പോയി വന്നിട്ട് വിശദമായി എഴുതാം. കത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ചിരി വന്നു. അവൾക്ക് തമാശ തോന്നും. അവൾ ഭർത്താവിനോട് പറഞ്ഞ് ചിരിക്കുമായിരിക്കും. ചിരിക്കട്ടെ. രാത്രി ഉറങ്ങാനേ പറ്റിയില്ല. യാത്രയെക്കുറിച്ചുള്ള വിചാരമായിരുന്നു. 5-ന് ഉണരണം. അലാറം ശരിയാക്കി വെച്ച് കിടക്കാൻ എത്തുമ്പോഴേക്ക് വിനയേട്ടൻ നല്ല ഉറക്കം. രശ്മിയും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. എത്ര നാൾ കൊതിച്ചിരുന്ന യാത്ര. വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ ആഗ്രഹിക്കുന്നതാണ്. പഠിക്കുന്ന കാലത്ത് എങ്ങും പോയിട്ടില്ല. അച്ഛന് ഇഷ്ടമായിരുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവുമൊത്ത് എവിടെ വേണമെങ്കിലും പോയിക്കോളൂ, അച്ഛൻ എതിർക്കില്ല എന്നും അച്ഛൻ പറഞ്ഞിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോൾ എങ്ങും പോയില്ല. വിനയേട്ടന് ഇട കിട്ടിയിട്ട് വേണ്ടേ? ഓഫീസ് ജോലികളുടെ കുരുക്കിൽ നിന്ന് ഒഴിവാകാൻ ഒരിക്കലും പറ്റില്ല. മിക്കവാറും സന്ധ്യ കഴിഞ്ഞാണ് തിരിച്ചെത്തുക. നേരത്തെ എത്തുന്ന ദിവസങ്ങളിൽ വിനയേട്ടൻ തന്നെ പ്രോഗ്രാമിനും സിനിമ, നാടകം അല്ലെങ്കിൽ വെറുതെ നടക്കാൻ ക്ഷേത്രം വരെ നടക്കും. അധികം ആൾത്തിരക്കില്ലാത്ത റോഡ്, 2 വശത്തും വയൽ, തണുത്ത കാറ്റ്. വിനയേട്ടൻ്റെ തമാശകളും കേട്ട് നടക്കുമ്പോൾ എങ്ങും പോകാത്തതിൽ ദുഃഖം തോന്നാറില്ല. കൂട്ടുകാരികൾ മധുവിധ ആഘോഷിക്കാൻ എവിടെയൊക്കെ പോയി എന്ന് അന്വേഷിക്കുമ്പോൾ മാത്രം വിഷമം തോന്നും. 1-2 വട്ടം അക്കാര്യം വിനയേട്ടനോട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മധുവിധ ആഘോഷിക്കാൻ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പോകണമെന്ന് എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? അതിലൊന്നും അർത്ഥമില്ല മോളെ. മനസ്സുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഇരിക്കുന്ന ഇടം ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ ആക്കി മാറ്റാം. സ്വർഗം വേണമെങ്കിലും നമുക്ക് സൃഷ്ടിക്കാം. എന്താ, അഭിപ്രായ വ്യത്യാസമുണ്ടോ? എന്നാലും അവിടെയൊക്കെ ഒന്ന് പോകണമെന്നും കാണണമെന്നും തോന്നിയാൽ അത് തെറ്റാണോ വിനയേട്ടാ? തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സമയം കിട്ടുമ്പോൾ പോകാം എന്ന് ഞാൻ സമ്മതിച്ചല്ലോ. പക്ഷേ കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യയും ഭർത്താവും കൂടി ഈ സ്ഥലത്തിലൊക്കെ പോയിരിക്കണം എന്ന ചിലരുടെ നിർബന്ധം കാണുമ്പോൾ എനിക്ക് പിടിക്കില്ല എന്ന് മാത്രം. അവിടെയൊക്കെ പോയി വേണ്ടവണ്ണം മധുവിധ ആഘോഷം നടത്തി വന്നിട്ട് 2-ാം ദിവസം തല്ലിപ്പിരിയുന്നവരാണ് അധികം. എന്തിനാണ് കോപ്പിരി കാട്ടിയൊക്കെ കാട്ടുന്നത്? തനിക്കും ഇത്തരം ചടങ്ങുകളിലൊക്കെ താല്പര്യമുണ്ട് അല്ലേ? മറുപടി പറഞ്ഞില്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ. പോകാം, നമുക്കൊരിക്കൽ പോകാം, പുറത്തു തട്ടി ആശ്വസിപ്പിച്ചു. പക്ഷേ പിന്നീട് അതേപ്പറ്റിയൊന്നും തന്നെ പറഞ്ഞു കേട്ടില്ല. മറന്നു പോയെന്നാണ് വിചാരിച്ചത്. ഓർമ്മിപ്പിക്കാൻ പോയില്ല. തെല്ല് പരിഭവം മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായാണ് പറഞ്ഞത്, എവിടെ വേണമെങ്കിലും പോകാം, ഒരുങ്ങിക്കോളൂ എന്ന്. വിശ്വസിക്കാൻ കഴിഞ്ഞതേയില്ല. 5-ന് തന്നെ ഉണർന്നു. അലാറം അടിക്കാൻ തുടങ്ങിയതും കണ്ണു തുറന്നതും ഒരുമിച്ചായിരുന്നു. കുളിയും പുറപ്പെടലും ഒക്കെ വേഗം കഴിച്ചു. അമ്മയെ തലേ ദിവസം തന്നെ സാവിത്രി കുഞ്ഞമ്മ വന്ന് കൂട്ടിക്കൊണ്ടു പോയിരുന്നു.
ജനാലകളും വാതിലുകളും അടച്ചുവോ എന്ന് വിനയൻ തന്നെ നടന്നു പരിശോധിച്ചു. മുൻവശത്തെ വാതിൽ പൂട്ടുമ്പോഴേക്കും പടിക്കൽ ടാക്സിയുടെ ഹോൺ. ബസ്സിനുള്ളിൽ അവർ ഇരുന്നു. രശ്മി, കീർത്തി, വിനയൻ. രശ്മിക്ക് സൈഡ് സീറ്റ് തന്നെ വേണം എന്ന നിർബന്ധം. ഷട്ടർ അടയ്ക്കാൻ സമ്മതിച്ചില്ല. വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണണമത്രേ. വിനയൻ ചോദിച്ചു, ഇരുട്ടത്ത് നീ എന്ത് കാഴ്ചയാണ് കാണാൻ പോകുന്നത്? നേരം വെളുക്കട്ടെ കുട്ടി, അപ്പോൾ തുറക്കാം പോരെ? വല്ലാത്ത തണുപ്പാ, കാറ്റടിക്കുന്നു. രശ്മി പിന്നെ എതിർത്തില്ല. ഷട്ടർ ഇട്ടു. രശ്മിക്ക് ഉറക്കം വന്നു തുടങ്ങിയിരുന്നു. കീർത്തി പറഞ്ഞു, ഉറക്കം വരുന്നെങ്കിൽ ഇങ്ങോട്ട് കിടന്നോളൂ. രശ്മി ചേച്ചിയുടെ മടിയിൽ തലവെച്ച് കിടന്നു. പെട്ടെന്ന് തന്നെ ഉറക്കം അവളെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. വിനയൻ ചോദിച്ചു, നിനക്കുറക്കം വരുന്നുണ്ടോ? ഇല്ല. എങ്കിൽ എനിക്കുറക്കം വരുന്നു. നല്ലയാളാണ്. രാത്രി മുഴുവൻ സുഖമായി ഉറങ്ങിയിട്ട് ഇപ്പോൾ ഉറക്കം വരുന്നോ? പ്ലീസ് കീർത്തി, അല്പസമയം നിനക്ക് ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ എന്നെ ഉണർത്തിക്കോളൂ. അയാൾ അവളുടെ ചുമലിലേക്ക് തലചാരി. കീർത്തിക്ക് ചിരി വന്നു. വിനയനും രശ്മിയും തമ്മിൽ എന്തോ വ്യത്യാസം. രണ്ടാളും കുട്ടികൾ, രണ്ടാളും ഉറക്കം, കാവൽക്കാരായും താനും. ബസ്സിനുള്ളിൽ നേരത്തെ വെളിച്ചമുണ്ട്. കണ്ടക്ടർ ഉൾപ്പെടെ സകലരും ഉറക്കം. ഷട്ടറുകൾ ഇട്ടിരിക്കുന്നതുകൊണ്ട് പുറത്തുള്ളതൊന്നും കാണാൻ വയ്യ. ബസ് വല്ലാതെ മുരൾച്ചയോടെ പോയിക്കൊണ്ടിരുന്നു. തണുത്ത കാറ്റ് ചൂളം അടിച്ചുകൊണ്ട് ബസ്സിനുള്ളിൽ വട്ടം കറങ്ങി. കീർത്തി സാരിത്തുമ്പെടുത്ത് ചെവികൾ രണ്ടും മൂടിവെച്ചു. ഞാനൊരുപാട് ഉറങ്ങിയോ? വിനയൻ ഉണർന്നു ചോദിച്ചു. ഏയ്, ഒരു 4 മണിക്കൂർ. അത് വെറുതെ. അരമണിക്കൂറിലേറെ ഞാൻ എന്തായാലും ഉറങ്ങിയിട്ടില്ല. വിനയൻ കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. നല്ല വെളിച്ചം. ഷട്ടറുകളൊക്കെ ഉണർന്നിരിക്കുന്നു. ബസ്സിനകത്ത് ചെരിഞ്ഞു വീഴുന്ന തെളിഞ്ഞ വെയിൽ. താനെന്താ എന്നെ ഉണർത്താഞ്ഞത്? തനിക്ക് ബോറടിച്ച് കാണും. ഉണരാത്തവരെ ഉണർത്തുന്ന വിദ്യ എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര തവണ വിളിച്ചെന്നോ? സോറി, റിയലി സോറി. അയാൾ ചുറ്റും നോക്കി. പിന്നെ പിറുപിറുത്തു. വയറ്റിൽ കാറ്റ് കയറുന്നു. ഈ ബസ് എവിടെയാണ് ഇനി നിർത്തുക? അതോ പ്രഭാത ഭക്ഷണം എന്നൊരു പരിപാടി ഇല്ലെന്നുണ്ടോ? അല്പം കഴിഞ്ഞപ്പോൾ ബസ് നിന്നു. കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞ് പോകൂ. എല്ലാവർക്കും കാപ്പിയോ ചായയോ കുടിക്കാം. സാമാന്യം നല്ലൊരു ഹോട്ടലിന് മുന്നിലാണ് ബസ് നിൽക്കുന്നത്. അംബിക കഫേ എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വച്ചിരിക്കുന്നു. വിനയൻ പറഞ്ഞു, അവളെ ഉണർത്തു, കാപ്പി കുടിക്കാം. കീർത്തി രശ്മിയെ വിളിച്ചുണർത്തി. ആദ്യത്തെ വിളിക്ക് തന്നെ അവൾ ചാടി എഴുന്നേറ്റു. ചേച്ചി, നമ്മളെത്തിയോ? എവിടെ? വിനയൻ കളിയാക്കി. തേക്കടിയിൽ. പിന്നെ ദാ അങ്ങോട്ട് നോക്കൂ. ഒരാന, 4 കാലും 1 വാലും കൊമ്പും. വിനയൻ പുറത്തേക്ക് ചൂണ്ടി പറഞ്ഞു. രശ്മി ഉത്സാഹത്തോടെ പുറത്തേക്ക് നോക്കി. ഒപ്പം കീർത്തിയും. കീർത്തി ചിരിച്ചു പോയി. വളഞ്ഞ കൊമ്പുകളുള്ള വലിയൊരു കാള ഉടമസ്ഥനില്ലാതെ വഴിയിൽ മേയുന്നുണ്ടായിരുന്നു. രശ്മിയുടെ മുഖം വാടി. പോ വിനയേട്ടാ, എന്നെ കളിയാക്കാതെ. ശരി, എഴുന്നേൽക്ക്. നിനക്ക് വല്ലതും കഴിക്കണ്ടേ? എഴുന്നേറ്റ് വരുമെന്ന് കീർത്തി പറഞ്ഞു. എനിക്ക് കാപ്പി മാത്രം മതി വിനയേട്ടാ, തിന്നാനൊന്നും വേണ്ട. ഞാൻ വരുന്നില്ല. അത് പറ്റില്ല, ചേച്ചിയും വരണം. വിനയനും പറഞ്ഞു. വല്ലതും കഴിക്കുന്നതാണ് നല്ലത്. വെറുതെ ഗ്യാസ് ഉരുണ്ട് കയറും. ഇനി ഊണ് കിട്ടുന്നത് എവിടെയെന്ന് പറയാൻ പറ്റില്ല. വിനയൻ നിർബന്ധിച്ചപ്പോൾ കീർത്തിയും ഇറങ്ങി. വേറെയും 1-2 ബസ്സുകൾ ഹോട്ടലിന് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. യാത്രക്കാരുടെ തിക്കും തിരക്കും. കാപ്പിക്ക് ഓർഡർ ചെയ്തിരിക്കുമ്പോൾ കടും ചുവപ്പ് സാരിയും ധാരാളം ആഭരണങ്ങളും ധരിച്ചൊരു തടിച്ച സ്ത്രീ കീർത്തിയുടെ അരികിലെത്തി. ചുമലിൽ തട്ടി വിളിച്ചു. ഹലോ കീർത്തി. കീർത്തി തിരിഞ്ഞു നോക്കി. ആദ്യം തീരെ മനസ്സിലായില്ല. പിന്നീട് അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. വസുമതി മേനോൻ. എന്നെ ഓർക്കുന്നുണ്ടോ കീർത്തി? വസുമതി മേനോൻ ചോദിച്ചു. ആദ്യം ഒട്ടും ഓർവന്നില്ല എന്നത് സത്യം. പക്ഷേ ഇപ്പോൾ നന്നായി ഓർമ്മിക്കുന്നു. ജോലി കിട്ടി ഹോസ്റ്റലിലെത്തിയ ആദ്യ ദിവസങ്ങളിൽ വസുമതി മേനോനെ പറ്റി ധാരാളം കേട്ടിരുന്നു. ശാലീനയായ, പതിവ്രതയായ, ഭാഗ്യവതിയായ സ്ത്രീ. കസ്റ്റംസ് ഓഫീസിൽ ഉദ്യോഗസ്ഥനായ സുമുഖനായ ഭർത്താവിൻ്റെ അരുമയായ ഭാര്യ. DEO ഓഫീസിൽ ക്ലർക്ക്. ആഴ്ചകളുടെ അവസാനം പറന്നെത്തുന്ന ഭർത്താവ്. ഭാര്യയെയും കൂട്ടി അവധി ദിവസങ്ങളിലെല്ലാം ടൂർ. കാണാത്ത നാടുകളില്ല, അനുഭവിക്കാത്ത സുഖങ്ങളില്ല. ചിലപ്പോൾ നീണ്ട അവധിയെടുത്ത് പോകുന്ന വസുമതി മേനോനെ വളരെ കാലം കഴിഞ്ഞാണ് പിന്നെ കാണുക. ഭർത്താവിൻ്റെ ഒപ്പം സുഖവാസ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ കഥകൾ വർണ്ണിക്കുമ്പോൾ കേൾവിക്കാർക്ക് അസൂയ. ഭർത്താവിനെ പിരിഞ്ഞു പോരേണ്ടി വന്നതിൻ്റെ ദുഃഖം വസുമതി മേനോൻ്റെ കണ്ണുകളിൽ. ഭാഗ്യവതിയായ സ്ത്രീ എന്ന് എല്ലാവരും കേൾക്കുകയും കേൾക്കാതെയും പുകഴ്ത്തി. പക്ഷേ ഒരു ദിനം ഭാഗ്യവതിയായ വസുമതി മേനോൻ നിർഭാഗ്യവതിയായി. മേനോൻ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. അതോടെ വസുമതി മേനോൻ മറ്റൊരാളായി മാറി. ആ മാറ്റം അത്ഭുതപ്പെടുത്തുന്ന മാറ്റമായിരുന്നു. ആഭരണങ്ങളും ആഡംബരമുള്ള വസ്ത്രങ്ങളും അവർ വലിച്ചെറിഞ്ഞു. സദാ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച്, പൂക്കൾ ചൂടാതെ, പൊട്ടുകുത്താതെ, ദുഃഖത്തിൻ്റെ ജീവിക്കുന്ന പ്രതീകമായി അവർ ചലിച്ചു. കീർത്തിക്ക് ബഹുമാനം തോന്നിയിരുന്നു. താനായിരുന്നു ഈ അവസ്ഥയിലെങ്കിൽ ഇങ്ങനെ നിസ്സംഗയായി ജീവിക്കാൻ കഴിയുമായിരുന്നോ? പലരും ചോദിച്ചു. എത്ര നാളിങ്ങനെ തനിച്ച്? രണ്ടാമതൊരു ചോദിക്കുന്നവരുടെ മുഖത്തടിക്കുന്ന മട്ടിലാണ് മറുപടി. നോക്കൂ, ശവത്തിൽ കുത്തരുത്. എൻ്റെ ഏട്ടൻ മരിച്ചപ്പോൾ ഞാനും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കഴിയുന്നു എന്ന് മാത്രം. നിങ്ങൾ ഈ കാണുന്നത് വസുമതിയുടെ ജീവനുള്ള ശവത്തെയാണ്. ചോദ്യകർത്താക്കൾ ഞെട്ടിത്തെറിച്ചു പോയി. ഭർത്താവ് മരിച്ചിട്ട് 6 മാസങ്ങൾ. ദുഃഖത്തിൻ്റെ ആഴമേറിയ സമുദ്രത്തിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് കരകയറാനാകുമെന്ന് തോന്നിയില്ല. ചില ദിവസങ്ങളിൽ അവർ അടുത്ത മുറികളിൽ ചെന്നിരുന്ന് സങ്കടം സഹിക്കാതാവാതെ തേങ്ങിക്കരഞ്ഞിരുന്നു.
സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് സ്വന്തം ദാമ്പത്യത്തെപ്പറ്റി വാതോരാതെ പറഞ്ഞിരുന്നു. ഈ ജന്മം എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ ഓരോ അണുവിലും അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഒന്നും മറക്കാനാവില്ല. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അന്നെങ്കിലും. അവർ വീണ്ടും തേങ്ങാൻ തുടങ്ങുന്നു. വസുമതി മേനോൻ സ്ഥലം മാറിപ്പോകുന്നതുവരെ അവർ കീർത്തിക്കൊരു അത്ഭുതമായിരുന്നു. പക്ഷേ ഓർക്കുമ്പോൾ ചിരി വരുന്നു. വസുമതി മേനോൻ സ്ഥലം മാറിപ്പോയി. 2 മാസം കഴിഞ്ഞപ്പോൾ കേട്ടു അവർ ആരെയോ കല്യാണം കഴിച്ചെന്ന്. ഹോസ്റ്റലിൽ അന്ന് ഗംഭീര ചർച്ചയായിരുന്നു, അനുകൂലമായും പ്രതികൂലമായും. ഡെയ്സി പറഞ്ഞു, അവരിത് തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. എങ്ങനെ? ഡെയ്സിക്ക് ജ്യോത്സ്യമറിയാമോ? ജ്യോത്സ്യമറിയില്ല, പക്ഷേ ചിലരെ കണ്ടാൽ അവർ എന്തൊക്കെ ചെയ്യുമെന്നും എവിടെയൊക്കെ ചെന്നെത്തുമെന്നും പ്രവചിക്കാൻ എനിക്ക് കഴിയും. പാവം, കല്യാണം കഴിക്കട്ടെന്നേ എന്നും വെള്ളവസ്ത്രങ്ങളും ധരിച്ച് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാനാണ് നിങ്ങൾക്കിഷ്ടം. ഇതൊരു തരം സാഡിസമാണ്. അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിച്ചു കളയുമെന്നും മറ്റും ഭാവിക്കരുത്. അതത്ര എളുപ്പമല്ല. വസുമതി മേനോൻ അവൾ മന്ത്രിച്ചു. അതെ, ഞാൻ വല്ലാതെ തടിച്ചു ഇല്ലേ? കീർത്തി എന്നെ മനസ്സിലാക്കുമെന്ന് തീരെ വിചാരിച്ചില്ല. ഞാനിപ്പോൾ തടി കുറയ്ക്കാൻ നോക്കുകയാണ്. അടുത്തൊരു കസേര വലിച്ചിട്ട് അതിലിരുന്ന് വിനയനെ ചൂണ്ടിക്കാട്ടി അവർ ചോദിച്ചു, അത് ഹസ്ബൻഡാവും? അതെ, ഇത് അനുജത്തി രശ്മി. തേക്കടിക്കല്ലേ? ഞങ്ങൾ പോയി വരികയാണ്. നല്ല സമയമാണിപ്പോൾ. ധാരാളം ആനകൾ. സാധാരണ ഇത്രയധികം കാണാറില്ലത്രേ. കാട്ടുപോത്തിനെയും കാണാൻ പറ്റി. തുളുമ്പുന്ന ഉത്സാഹത്തോടെ വസുമതി മേനോൻ പറഞ്ഞു. ഇപ്പോൾ എവിടെയാണ്? കീർത്തി ചോദിച്ചു. കുവൈറ്റിൽ. ഹസ്ബൻഡ് ഇവിടെയാണ്. കീർത്തി എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടില്ലല്ലോ. അതാണ്. അല്പം അകലേക്ക് ചായ കുടിച്ചുകൊണ്ടിരുന്ന കറുത്തു തെറിച്ച മനുഷ്യനെ ചൂണ്ടിയാണ് പറഞ്ഞത്. അവർ തുടർന്നു. എൻ്റെ മാരേജ് കഴിഞ്ഞത് കീർത്തി അറിഞ്ഞില്ലല്ലോ. ദുഃഖം മറക്കാൻ ഞാനിതേ മാർഗം കണ്ടുള്ളൂ. ഇല്ലെങ്കിൽ കരഞ്ഞ് ഇതിനകം ഞാൻ മരിച്ചു പോകുമായിരുന്നു. എങ്ങനെ ഇത്ര ലാഘവത്തോടെ സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നു എന്ന് അത്ഭുതത്തിലായിരുന്നു കീർത്തി. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്താണ് പറയുക? ഞാൻ പോകട്ടെ, ഞങ്ങളുടെ ബസ് പുറപ്പെടാറായി എന്ന് തോന്നുന്നു. അവർ എഴുന്നേറ്റ് പോയി. കറുത്തു തെറിച്ച ആ മനുഷ്യനോട് എന്തോ പറഞ്ഞു ചിരിക്കുന്നതും പിന്നെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതും നോക്കി അവൾ മിഴിച്ചിരുന്നു. വേഷം മാറുന്നതുപോലെ എത്ര എളുപ്പത്തിലാണ്? വിനയൻ ചോദിച്ചു. എന്താ താൻ ഓർക്കുന്നത്? വീണ്ടും ബസ് പുറപ്പെട്ടപ്പോൾ കീർത്തി മൂകയായിരുന്നു. വിനയൻ അത് ശ്രദ്ധിക്കുകയായിരുന്നു. ഒന്നുമില്ല. രശ്മി പുറത്തേക്ക് നോക്കി. വായ് പൂട്ടാതെ എന്തൊക്കെയോ ചോദിച്ചു. വിനയൻ അതിനൊക്കെ മറുപടിയും പറഞ്ഞു. കീർത്തി വസുമതി മേനോനെ പറ്റി തന്നെ ഓർമ്മിക്കാൻ ശ്രമിച്ചു. അവരുടെ മരിച്ചുപോയ ഭർത്താവിനെ താൻ കണ്ടിട്ടില്ല. പക്ഷേ അവരുടെ വാക്കുകളിലൂടെ, വർണ്ണനകളിലൂടെ എത്ര വട്ടം കണ്ടിരിക്കുന്നു. നോക്കൂ, എനിക്ക് ജീവിക്കണമെന്നേയില്ല. അദ്ദേഹമില്ലാത്ത ലോകത്തിൽ ഞാൻ എന്തിനെങ്ങനെ ഇരിക്കണം? ആത്മഹത്യ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് സഹിക്കില്ല. ഇല്ലെങ്കിൽ ഞാൻ... എത്ര എളുപ്പത്തിൽ വാക്കുകൾ മാറാൻ കഴിയുന്നു. ഏയ്, ആ സ്ത്രീ ആരാണ്? തന്നോട് സംസാരിച്ച ആ തടിച്ച സ്ത്രീ? വിനയൻ ചോദിച്ചു. കീർത്തി പറഞ്ഞു. വസുമതി മേനോൻ. ആ സ്ത്രീ എന്തിനാണ് ഇത്രയധികം ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നത്? ഒരു സ്വർണ്ണക്കടം മുഴുവൻ ദേഹത്തുണ്ട്. ആരും ശ്രദ്ധിക്കുന്ന തരത്തിൽ വസുമതി മേനോൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് അവൾ ഓർത്തു. താനും ആ സ്ത്രീയും തമ്മിൽ എങ്ങനെയാണോ പരിചയം? അവൾ വസുമതി മേനോനെ പറ്റി പറഞ്ഞു. അത് കേട്ട് വിനയൻ ചിരിച്ചു. മനുഷ്യന് എങ്ങനെ മാറാൻ കഴിയുന്നു? എനിക്ക് അത്ഭുതം തോന്നുന്നു വിനയേട്ടാ. എന്തിന്? ആട്ടെ, അവർ രണ്ടാമത് കല്യാണം കഴിച്ചതിന് നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ഞാൻ ആ സ്ത്രീയുടെ പക്ഷത്താണ്. മരിച്ചുപോയ ആളിനെ ഓർത്ത് ജീവിതം പാഴാക്കി കളയുന്നത് വിഡിത്തമാണ്. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. കീർത്തിക്ക് ചുണ്ടി വന്നു. ഞാനില്ല വിനയേട്ടനോട് തർക്കിക്കാൻ. അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. വിനയേട്ടാ, രശ്മി വിളിച്ചു. എന്താ? ആ സ്ത്രീ പറഞ്ഞു, തേക്കടിയിൽ ഇപ്പോൾ ഒരുപാട് ആനയുണ്ടെന്ന്. അടുത്ത് കാണാൻ പറ്റുമോ വിനയേട്ടാ? തീർച്ചയായും. തിരിച്ചു പോരുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിനെ പിടിച്ചുകൊണ്ട് പോരണം. വീട്ടിൽ കൊണ്ടുവന്ന് വളർത്താം. എന്തു പറയുന്നു? എന്ത് പറഞ്ഞാലും വിനയേട്ടൻ്റെ ഒരു കളിയാക്കൽ. ഞാൻ ഇനി മിണ്ടില്ല. രശ്മി മുഖം വീർപ്പിച്ചു. ഏയ്, എന്ത് പറ്റി ശ്രീമതി? ഒന്നും പറ്റിയില്ല. അവരെ പറ്റി ഓർത്തിരിക്കുകയാവാം. ചേട്ടാ, നാശമേ, അവർക്ക് വരാൻ തോന്നിയ സമയം. നോക്കൂ കീർത്തി, അവർ അവരുടെ പാട്ടിന് പോട്ടെ. ഒരു കൈ കൊണ്ട് കീർത്തിയെ ചുറ്റി പിടിച്ചുകൊണ്ട് വിനയൻ പറഞ്ഞു. വല്ലാത്ത തണുപ്പ് ഇല്ലേ? എനിക്ക് തണുക്കുന്നില്ല വിനയേട്ട. രശ്മി. അവൾ അയാളുടെ പിടി അയക്കാൻ നോക്കി. മലമ്പാതയിലൂടെ ആണിപ്പോൾ യാത്ര. ഇരുവശവും നിബിഡമായ വനങ്ങൾ, മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന വൻ വൃക്ഷങ്ങൾ. ഒരു വശം ആഴമേറിയ കൊക്ക, ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, വൃക്ഷത്തലപ്പുകളെ ഒരുമിക്കിടക്കുന്ന പോകുന്ന മേഘക്കൂട്ടങ്ങൾ. ഈ കാട്ടിലൊക്കെ ആനയുണ്ടാകുമോ വിനയേട്ടാ? രശ്മി ചോദിച്ചു. ഇല്ല. കാട്ടുപോത്തോ? അവൾ വീണ്ടും ചോദിച്ചു. ഇല്ല. അതെന്താ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രശ്മി? എന്തൊക്കെ സംശയങ്ങളാണ്? കീർത്തിക്ക് ദേഷ്യം വന്നു. താൻ എന്തിനാണ് അവളോട് ദേഷ്യപ്പെടുന്നത്? അവൾ ചോദിക്കട്ടെ. ഇങ്ങനെയുണ്ടോ ചോദ്യങ്ങൾ? വീട്ടിൽ നിന്ന് പുറപ്പെട്ടതിൽ പിന്നെ ഇവൾ നാവ് വായിലിട്ടിട്ടുണ്ടോ? താൻ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. തന്നെ ആ വസുമതി മേനോൻ ആവേശിച്ചിരിക്കുന്നു. അതാണ് ഞങ്ങളെയൊന്നും പിടിക്കാത്തത്. മുന്നോട്ട് പോകുന്തോറും ഭയപ്പെടുത്തുന്ന വനം, വനത്തിന് നടുവിലൂടെ പോകുന്ന ടാറിട്ട റോഡ്, ഇരുമ്പത്തോടെ പായുന്ന ബസ്. ഒറ്റ മനുഷ്യജീവിയെ കാണാനില്ല. കാട്ടുവള്ളികൾ ജാടകളെപ്പോലെ പടർന്നു കയറിയ വൃക്ഷങ്ങൾ മാത്രം.
രശ്മി ഇടയ്ക്കിടെ എഴുന്നേറ്റ് നിന്ന് ഹായ് ഹായ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ടൂറിസ്റ്റ് ബംഗ്ലാവിൻ്റെ മുറ്റത്തെത്തുമ്പോൾ പകൽ മങ്ങിത്തുടങ്ങിയിരുന്നു. ചുറ്റും ഇരുൾ മൂടിയ ഇടത്തിങ്ങിയ വൃക്ഷനിരകൾ. അവിടേക്ക് നോക്കിയപ്പോൾ ഭയം തോന്നി. മുന്നിൽ വൈദ്യുതി വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഇരുനില ബംഗ്ലാവ്, അനേകം കണ്ണാടി ജാലകങ്ങൾ, കണ്ണാടി ജാലകങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകിയെത്തുന്ന പ്രകാശം. കീർത്തി ചുറ്റും നോക്കി. വിശാലമായ പൂന്തോട്ടം, ജലധാര യന്ത്രങ്ങൾ, തോട്ടത്തിന് ഇരുവശങ്ങളിലൂടെയും നീണ്ടുപോകുന്ന മങ്ങിയ നാട്ടുവെളിച്ചം, വീണ് കിടക്കുന്ന നടപ്പാതകൾ, ഭയപ്പെടുന്ന സൗന്ദര്യം, ചുറ്റും പേടിപ്പെടുത്തുന്ന ഇരുട്ട് പതിയിരിക്കുന്ന വനം. കൗണ്ടറിൽ ചെന്ന് വിനയൻ റൂം എടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്ത് തിരിച്ചു വരും വരെ കീർത്തിയും രശ്മിയും ലഗേജുകൾക്കരികിൽ നിന്നു. വിനയൻ നിർത്തി അയാൾ പറഞ്ഞു, വരൂ. അവർക്കു പിന്നിൽ വെയിറ്റർ സ്യൂട്ട് കേസുകളും എയർബാഗുകളും ചുമന്ന് സ്റ്റെയർ കേസുകൾ കയറി. 64 നമ്പർ മുറിയുടെ മുന്നിലെത്തി വിനയൻ നിന്നു. മുറി തുറന്നു. ലൈറ്റിട്ടു. വിശാലമായ മുറി, വൃത്തിയുള്ള കിടക്ക, ഭിത്തിയിൽ പതിച്ച് വിസ്താരമേറിയ കണ്ണാടി. രശ്മി മുറിക്കുള്ളിൽ ഓടി നടന്നു. കണ്ണാടി ജനാലകൾ അവൾ ശക്തിയോടെ തള്ളി തുറന്നു. കീർത്തി താഴേക്ക് നോക്കി. താഴെ പുതിയ അതിഥികൾ എത്തിക്കൊണ്ടിരുന്നു. കാറുകൾ, ജീപ്പുകൾ, ഇംഗ്ലീഷ്, തമിഴ്, പലതരം ഭാഷകൾ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്നു. വല്ലതും കഴിക്കണ്ടേ? വിനയൻ ചോദിച്ചു. പിന്നെ കഴിക്കണ്ടേ? രശ്മി. വല്ലാത്ത ക്ഷീണം. ഞാനൊന്ന് കിടക്കട്ടെ വിനയേട്ടാ. കീർത്തി കിടക്കയിലേക്ക് മെല്ലെ കിടന്നു. എനിക്കും ക്ഷീണമുണ്ട്. രശ്മിയും ചേച്ചിയുടെ അരികിൽ കയറി കിടന്നു. കൊള്ളാം. എനിക്കാണെങ്കിൽ രാജാവിന് വിശക്കുന്നത് പോലെ വിശക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ആ പട്ടരുടെ ഹോട്ടലിലെ ഊണ് തീരെ ശരിയായില്ല. എനിക്ക് തീരെ പിടിച്ചില്ല. 2 ദിവസം മുമ്പെങ്ങോ വച്ച സാമ്പാറാണ്. വളിച്ച് പുളിച്ച്. കീർത്തി മുഖം ചുളിച്ചു. എഴുന്നേറ്റ് വരുന്നു. വല്ലതും കഴിച്ചിട്ട് നേരത്തെ വന്ന് കിടക്കാം. നാളെ അതിരാവിലെ ഉണർന്ന് സൈറ്റ് സീയിങ്ങിന് പോകണ്ടേ? വിനയേട്ടാ, ഒരു മിനിറ്റ്. ഞാനൊന്ന് മേൽ കഴുകിയിട്ട് സാരി ഒന്ന് മാറ്റണം. ശരി, എങ്കിൽ വേഗം. ഞാൻ ഡൈനിങ് ഹാളിലൊന്ന് പോയി നോക്കി വരാം. വാതിൽ അകത്തു നിന്ന് കുറ്റിയിടണം. വിനയൻ പുറത്തു പോയി. കീർത്തി കണ്ണാടിയിൽ നോക്കി. നല്ല ക്ഷീണമുണ്ട്. ഇത്ര നീണ്ട യാത്ര ആദ്യമാണ്. വല്ലതും കഴിച്ച് നേരത്തെ ഉറങ്ങണം. മേൽ കഴുകി വേഷം മാറിയപ്പോൾ പുതിയ ഉണർവ്. നിനക്കും മേൽ കഴുകണ്ടേ? രശ്മി മോളി. കുളിക്കാനും മേൽ കഴുകാനുമൊക്കെ പണ്ടേ അവൾക്ക് മടിയാണ്. വല്ലാതെ വിയർത്തിരിക്കല്ലേ. ഒന്ന് കഴുകിക്കോളൂ. ഉറങ്ങാൻ സുഖമുണ്ടാവും. എപ്പോഴാണ് ചേച്ചി ആനെ കാണുക? കീർത്തി പറഞ്ഞത് കേൾക്കാതെ രശ്മി ചോദിച്ചു. അതൊക്കെ നാളെ. നീ പോയി മേൽ കഴുകി വാ. കുളിമുറിയിലേക്ക് 2 അടി നടന്ന് രശ്മി വീണ്ടും തിരിച്ചു വന്നു. നമുക്ക് നാളെ ബോട്ടിൽ കയറി പോകണം. കലയും വിദ്യയൊക്കെ പറഞ്ഞു ബോട്ടിൽ പോകാൻ നല്ല രസമാണെന്ന്. പോകാൻ രശ്മി. അതിനല്ലേ നമ്മൾ വന്നത്. വിനയൻ ഇപ്പോൾ വരും. അപ്പോഴേക്ക് മേൽ കഴുകി റെഡിയാകൂ. രശ്മി കുളിമുറിക്കുള്ളിൽ കിടന്ന് വാതിലടച്ചു. വിനയൻ വാതിൽ മുട്ടി വിളിച്ചു. കീർത്തി വാതിൽ തുറന്നു. രശ്മി എവിടെ? മേൽ കഴുകുന്നു. ചോറില്ല കേട്ടോ, ചപ്പാത്തി. രശ്മിക്ക് ഇഷ്ടമാവും. എൻ്റെ കഥയാണ് കഷ്ടത്തിലാവുക. വിനയനും ചപ്പാത്തി ഇഷ്ടമല്ലേ? വിനയൻ അത് കേട്ടില്ല, ശ്രദ്ധിച്ചുമില്ല. വിനയൻ കട്ടിലിരുന്നു. കീർത്തിയെ നോക്കി. ചുവന്ന സാരി, ചുവന്ന ബ്ലൗസ്, ചുവന്ന പൊട്ട്, ആകെ ചുവന്നിരിക്കുന്നു. ആദ്യമായി കാണുന്നത് പോലെ അയാൾ അവളെ നോക്കിയിരുന്നു. എന്താ ഇതിങ്ങനെ? അവൾക്ക് അത്ഭുതം തോന്നി. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ ഹണിമൂൺ ട്രിപ്പല്ലേ? കീർത്തി അയാളുടെ വായ്പൊത്തി. രശ്മി കേൾക്കും. അവൾ കുളിമുറിയിലല്ലേ? കേൾക്കില്ല. വരൂ. അയാൾ 2 കൈ കൊണ്ട് കീർത്തിയെ തന്നിലേക്ക് അടുപ്പിച്ചു. എന്നിട്ട് ചെവിയിൽ പറഞ്ഞു, നേരത്തെ തന്നെ വരേണ്ടതായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ. അയാൾ തൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിക്കുമ്പോഴേക്കും കുളിമുറിയുടെ വാതിലിൻ്റെ കൊളുത്തെടുക്കുന്ന ശബ്ദം കേട്ടു. രശ്മി. കീർത്തി പെട്ടെന്ന് പിടിവിട്ടു മാറി. രശ്മി പുതിയ പാവാടയും ബ്ലൗസും അണിഞ്ഞിരുന്നു. കൊള്ളാമോ ചേച്ചി? കൊള്ളാം, അസലായിരിക്കുന്നു. ഞാൻ എത്ര വഴക്കുണ്ടാക്കിയിട്ടാണെന്നോ ഈ ഫുൾ പാവാട തയ്പ്പിച്ചു തന്നത്. പെണ്ണിന് വലുതാകാൻ തിടുക്കമായി. ഒരു കൊല്ലം കൂടി നീ ഹാഫ് സ്കർട്ട് ഇട്ട് തന്നെ നടന്നാൽ മതി. അതാണ് നിനക്ക് ചേർച്ച. ഹായ്, തണുക്കുന്നു. ഞാൻ ജനലടയ്ക്കട്ടെ? രശ്മി പറഞ്ഞു. തണുക്കുന്നുണ്ടെങ്കിൽ രശ്മി ആ സ്വെറ്റർ എടുത്തിട്ടോളൂ. നീയും സ്വെറ്റർ എടുത്തിട്ടോളൂ കീർത്തി. വല്ലാത്തൊരു തണുത്ത കാറ്റാണിവിടെ. വാതിലടച്ച് 3 ആളും ഡൈനിങ് ഹാളിലെത്തി. ചപ്പാത്തിയും മസാലക്കറിയും. കീർത്തിയുടെ മുഖം മങ്ങി. രശ്മിക്ക് ചോറിനേക്കാൾ ഇഷ്ടം ചപ്പാത്തിയാണ്. അവൾ ഇഷ്ടം പോലെ കഴിച്ചു. ഓടി നടക്കുന്ന വെയിറ്റർമാർ, മേശയ്ക്ക് ചുറ്റുമിരുന്ന് പല ഭാഷകളിൽ സംസാരിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്ന ടൂറിസ്റ്റുകൾ. വിനയൻ കീർത്തിയോട് പറഞ്ഞു, വയറു നിറച്ച് കഴിച്ചോളൂ, രാത്രി വിശക്കും. കീർത്തിക്ക് ചിരി വന്നു. താൻ കൊച്ചുകുട്ടിയാണെന്നാണ് വിചാരം. രശ്മി, ആ സായിപ്പിനെ കണ്ടോ? വിനയൻ രഹസ്യമായി അടുത്ത മേശയിൽ ആഹാരം കഴിക്കുന്ന ചെമ്പമുടിയും താടിയുമുള്ള സായിപ്പിനെ ചൂണ്ടി ചോദിച്ചു. നിനക്കിഷ്ടമായെങ്കിൽ അയാളുടെ കൂടെ അയക്കാം. അയാൾ നിന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയിക്കോളും. ഈ വിനയേട്ടൻ എന്താ? രശ്മി ചുണ്ടിയെടുത്തു. അവൾ 2 പിന്നിയ തലമുടി ശക്തിയോടെ പിടിച്ച് മാർത്തേക്കിട്ടു. ആ സാഹിബ് കുറേ നേരമായി നിന്നെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തിനാണ് വിനേട്ട അവളെ ദേഷ്യം പിടിപ്പിക്കുന്നത്? കീർത്തി ഇടപെട്ടു. നമുക്ക് പോകാം, എനിക്ക് ഉറക്കം വരുന്നു. രശ്മി എഴുന്നേറ്റു. മുന്നിൽ നടന്നു. സ്റ്റെയർ കേസുകൾ ഓടിക്കയറി. മുറിയിൽ കിടന്ന് വാതിലടയ്ക്കുമ്പോൾ കീർത്തി കേൾക്കാൻ പാകത്തിൽ മെല്ലെ വിനയം പറഞ്ഞു. അങ്ങനെ ആദ്യമായി തുടങ്ങുന്നു. ആദ്യ രാത്രി.
രശ്മി ചോദിച്ചു. എന്താ വിനയേട്ട പറഞ്ഞത്? ഒന്നുമില്ല, ഇവിടുത്തെ നമ്മുടെ ഒന്നാമത്തെ രാത്രി തുടങ്ങുന്നുവെന്ന്. രശ്മി കിടക്കയിൽ കയറി കിടന്നു. കീർത്തി വായ്പൊത്തി ചിരിച്ചു. ചേച്ചി കിടക്കുന്നില്ലേ? നീ ഉറങ്ങിക്കോളൂ. വിനയേട്ടാ, നമുക്ക് നാളെ അതിരാവിലെ പുറപ്പെടണം കേട്ടോ. കല പറഞ്ഞു അതിരാവിലെ പോയാലേ ആനകളെ കാണാൻ പറ്റുള്ളൂ എന്ന്. ആരാണ് ഈ കല? വിനയൻ ചോദിച്ചു. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി ഇവിടെ എത്ര തവണ വന്നിട്ടുണ്ട്? ഒരു തവണ. ആകെ ഒരു തവണ മാത്രം? സംശയം തീർക്കാനായി വിനയൻ വീണ്ടും ചോദിച്ചു. അതേന്ന്. എന്നിട്ടും ഇക്കാര്യം ആ കുട്ടി നന്നായി മനസ്സിലാക്കി കളഞ്ഞല്ലോ. മിടുക്കി. വിനയൻ്റെ മുഖത്തെ ഗൗരവം കണ്ട് കീർത്തിക്ക് ചിരി പൊട്ടി. ഏത് കാര്യത്തെക്കുറിച്ചും ആ കുട്ടിക്ക് അറിയാം അല്ലേ? ആട്ടെ, പഠിക്കാനെങ്ങനെ? ഫസ്റ്റാണോ? വിനയേട്ടൻ കളിയാക്കുകയാണെന്ന് രശ്മിക്കിപ്പോൾ മാത്രമേ മനസ്സിലായുള്ളൂ. ചേച്ചി ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് പിണങ്ങിയാണ്. മിണ്ടില്ല. അവൾ തല പുതപ്പ് കൊണ്ട് മൂടി. അതാണ് നല്ലത്. നല്ല കുട്ടി. ഗുഡ് നൈറ്റ്, വിനയൻ പറഞ്ഞു. കീർത്തിയാണ് ആദ്യം ഉണർന്നത്. വീട്ടിൽ വെച്ചും ഇങ്ങനെ തന്നെ വിനയേട്ടനും രശ്മിക്കും നല്ല ഉറക്കം. ആരെങ്കിലും വിളിച്ചുണർത്തിയില്ല എങ്കിൽ ഉച്ചവരെ വേണമെങ്കിലും വിനയേട്ടൻ ഉറങ്ങിക്കൊള്ളും. കുംഭകർണൻ്റെ ജന്മം എന്നാണ് വിനയേട്ടൻ്റെ അമ്മ പറയുക. ജനാല തുറന്നപ്പോൾ നല്ല തണുപ്പത്ത് കാറ്റ് അധികാരത്തോടെ അകത്തു കടന്നു. കീർത്തിക്ക് കുളിര് തോന്നി. സാരിത്തുമ്പെടുത്ത് പുതച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കി. മഞ്ഞിൻ്റെ പുതപ്പിനുള്ളിൽ ഇപ്പോഴും സുഖമായുറങ്ങുന്ന മലനിരകൾ. മൂടൽ മഞ്ഞ് താഴ്വാരത്തിലെങ്ങും പുക പോലെ പറന്നു നടക്കുന്നു. അങ്ങ് ദൂരെ തടാകം അനുസരണയുള്ള കുട്ടിയെപ്പോലെ മയങ്ങിക്കിടക്കുന്നു. യാത്ര പുറപ്പെടാൻ തുടങ്ങുന്ന ഒരു ബോട്ടിനുള്ളിലേക്ക് കുറേ വിദേശികൾ തള്ളിക്കയറാൻ തുടങ്ങുന്നു. ഒരു കൂട്ടം കുട്ടികൾ ഒച്ചയുണ്ടാക്കി മുറ്റത്തുകൂടി ഓടിപ്പോയി. അവളുടെ കണ്ണുകൾ കുറേ ദൂരം അവരെ പിന്തുടർന്നു. പിന്നെ അവരെ കാണാതെയായി. ഇന്നലെ സന്ധ്യയ്ക്ക് ഇവിടെ എത്തുമ്പോൾ ഇത്ര ഭംഗിയോ ആകർഷണീയതയോ തോന്നിയില്ല. ആകെ ഒരു ഭയമായിരുന്നു. ഗൂഢമായ എന്തോന്ന് നിറഞ്ഞു നിൽക്കുന്നത് പോലെ. മലമ്പാതയിലൂടെയുള്ള യാത്രയും ചുറ്റുമുള്ള ഇരുണ്ട വനനിരയും വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ പ്രദേശത്തിന് സൗന്ദര്യത്തെക്കാളേറെ ഭയാനകതയായിരുന്നു തോന്നിയിരുന്നത്. അവൾ ദൂരെ അപ്പോഴും മയങ്ങിക്കിടക്കുന്ന തടാകത്തിലേക്കും മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകളിലേക്കും കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. കീർത്തി, വിനയേട്ടൻ്റെ വിളി തൊട്ടുപുറകിൽ നിന്ന് കേട്ടു. അയാൾ അവളുടെ ചുമലിൽ താടി അമർത്തി. ഉണർന്നിട്ട് ഏറെ നേരമായോ? കുറച്ച് സമയം. എന്നിട്ട് എന്നെ കൂടി വിളിക്കാഞ്ഞത്? അതൊരു ബോറൻ പണിയായിപ്പോയല്ലോ. ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. ഉറക്കം മതിയാകാത്ത ആളല്ലേ? ജാലകത്തിലൂടെ തടാകത്തിലേക്ക് ചൂണ്ടി അവൾ പറഞ്ഞു. എന്തു ഭംഗി അല്ലേ വിനയേട്ടാ? കണ്ണാടി പോലെ ആ മലനിരകളുടെ നിഴൽ വീണ് കിടക്കുന്നത് കണ്ടോ? കീർത്തി ഇതിനു മുൻപൂടെ വന്നിട്ടില്ലേ? അവളുടെ വാക്കുകളിലെ അത്ഭുതവും ആഹ്ലാദവും ശ്രദ്ധിച്ച് അയാൾ ചോദിച്ചു. അച്ഛൻ വിട്ടിട്ട് വേണ്ടേ? ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛൻ്റെ കാര്യം. കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ എങ്ങും പോകാൻ സമ്മതിച്ചിട്ടില്ല. അത് നന്നായി. എന്ത് നന്നായി? ഇത്ര നാളും ഇതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് സങ്കടം തോന്നുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേകത തോന്നുന്നില്ലേ? നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ പുതുമ തോന്നുമോ? എന്തിനും പുതുമ വേണം. അപ്പോഴേ കൂടുതൽ ആകർഷണം ഉണ്ടാകും. കീർത്തി ഒന്നും പറഞ്ഞില്ല. അവൾ രശ്മിയെ ഉണർത്താൻ പുറപ്പെട്ടു. എവിടെ പോകുന്നു? രശ്മിയെ ഉണർത്തണ്ടേ? അവൾ ഉറങ്ങട്ടെന്നേ. കുറച്ചു നേരം കൂടി. വെറുതെ ഇപ്പോഴേ ഉണർത്തി ശല്യമുണ്ടാക്കണ്ട. കീർത്തി ചിരിച്ചു. വിനയേട്ടൻ്റെ മനസ്സിനുള്ളിൽ എന്താണെന്ന് തനിക്കറിയാം. വേണ്ട വേണ്ട, മണി 7 വരൂ കീർത്തി, കുറച്ചു നേരം കൂടി നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാം ഈ തണുപ്പിൽ. അയാൾ അവളുടെ സാരിയിൽ പിടിച്ചു വലിച്ചു. വിനയേട്ടാ, സമയം എന്തായെന്ന് നോക്കൂ. നേരത്തെ ഉണരണം, പുറപ്പെടണം എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്. അയാൾ വാച്ചെടുത്ത് നോക്കി. അതിരാവിലെ ആനയെ കാണാൻ പോകണമെന്ന് പറഞ്ഞാണ് രശ്മി ഇന്നലെ കിടന്നത്. ആനയെ കാണാൻ കിട്ടിയില്ലെങ്കിൽ അവൾ പിണങ്ങുകയും ചെയ്യും. രശ്മി, കീർത്തി വിളിച്ചു. രശ്മി ചാടി എഴുന്നേറ്റു. കോട്ടുമായിട്ട് കണ്ണു തിരുമ്മി ജനാലക്കരികിൽ ചെന്ന് നിന്ന് താഴത്തേക്ക് നോക്കി. പിന്നെ ദൂരെ മയങ്ങിക്കിടക്കുന്ന നീല മലകളിലേക്ക്, പഞ്ഞിത്തുണ്ടുകൾ പോലെ പാറി നടക്കുന്ന മേഘങ്ങളിലേക്ക് ഒക്കെ കണ്ണോടിച്ചിട്ട് ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു. ഹായ്, എന്തു ഭംഗി, എന്തു ഭംഗി. ഏയ് രശ്മി, വിനയം വിളിച്ചു. അയാൾ കുളിക്കാൻ എണ്ണ തേക്കുകയായിരുന്നു. നിനക്ക് ആനയെ കാണാൻ പോകണ്ടേ? വേഗം റെഡിയാകാൻ നോക്ക്. നേരത്തെ ചെന്നില്ലെങ്കിൽ ആനകൾ അതിൻ്റെ പാടിന് പോകും. രശ്മി തിരിഞ്ഞു നോക്കി. വിനയേട്ടൻ കുളിച്ചോ? പിന്നെ ചേച്ചിയോ? ചേച്ചിയും കുളിച്ചു, ചേട്ടനും കുളിച്ചു. നിനക്കെന്താ രശ്മി ഒരു കിന്നാരം പറച്ചിലേ? കീർത്തിക്ക് ദേഷ്യം വന്നു. വർത്തമാനം പറഞ്ഞു നിൽക്കാതെ പോയി പല്ല് തേക്ക്. നുണ. വിനയേട്ടൻ നാവെടുത്താൽ നുണയെ പറയൂ. വിനയേട്ടൻ പറഞ്ഞാൽ ഞാൻ ഇനി ഒന്നും വിശ്വസിക്കില്ല. അവൾ ധൃതി പിടിച്ച് പല്ല് തേക്കാനും കുളിക്കാനുമൊക്കെ പുറപ്പെട്ടു. വിനയൻ മുറിയിലേക്ക് ചായ വരുത്തിച്ചിരുന്നു. ചായ കുറേശ്ശെ കുടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഇങ്ങനെ നിന്നാൽ പറ്റില്ല. കുളിച്ച് വേഗം പുറപ്പെടണം. രാവിലെ പോയാലേ ഒരു രസമുള്ളൂ. കീർത്തിക്ക് ചിരി വന്നു. വർത്തമാനം പറഞ്ഞിരുന്ന് ആരാണിപ്പോൾ വൈകുന്നത്? വിനയൻ കുളിക്കാൻ പുറപ്പെട്ടു. കീർത്തി പറഞ്ഞു. നോക്കൂ വിനയേട്ടാ, സത്യത്തിൽ ഇവിടെ ഇങ്ങനെ നിന്ന് കാഴ്ചകൾ കാണാനാണ് എനിക്ക് തോന്നുന്നത്. എന്ത് രസമായിരിക്കുന്നു. അത് കണ്ടോ വിനയേട്ടാ? അവൾ ദൂരേക്ക് കൈ പറഞ്ഞു. ആകാശം മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ. താനിപ്പോൾ കവിത എഴുതുമെന്ന് തോന്നുന്നല്ലോ. കവിത എഴുതുവാൻ കഴിയാഞ്ഞതിൽ എനിക്ക് ദുഃഖം തോന്നുന്നുണ്ട് വിനയേട്ടാ. ഞാനൊരു കവിയായി തീർന്നെങ്കിൽ. ദൈവമേ, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, വിനയൻ തൊഴുത് പ്രാർത്ഥിക്കുന്ന മട്ടിൽ പറഞ്ഞു. അതെന്താ? പിന്നെ ഭാര്യയെ ഒന്നിനും കിട്ടില്ല. അവൾക്ക് കവിത എഴുതാനല്ലേ നേരം കാണൂ.
രശ്മി കുളി കഴിഞ്ഞു വന്നു. ഒരു കാരണവത്തിയെ പോലെ അവൾ പറഞ്ഞു. വിനയേട്ടൻ ഇങ്ങനെ വർത്തമാനവും പറഞ്ഞു നിന്നോളൂ. അവസാനം ആനയെ കാണാൻ പറ്റിയില്ലെങ്കിലാണ്. ഞാനിതാ വന്നു. തയ്യാറായി മുറി പൂട്ടി പുറത്തെത്തുമ്പോൾ മണി 8. രശ്മി കണ്ണാടി ജാലകങ്ങൾക്കിടയിൽ കൂടി നടന്നു. ഓരോ ജാലകത്തിനടുത്ത് എത്തുമ്പോഴും അവൾ അതിലൂടെ താഴത്തേക്ക് നോക്കും. കീർത്തിക്ക് താൻ മറ്റേതോ ലോകത്തിലെത്തി ഇരിക്കുന്നത് പോലെയാണ് തോന്നിയത്. കുന്നിന് മുകളിലൊരു കൊട്ടാരം, നക്ഷത്രങ്ങൾ കൊണ്ട് തീർത്ത ജാലകങ്ങളും വാതിലുകളും, മേഘമാകുന്ന വെളിയടകൾ. അവൾ ഉത്സാഹത്തോടെ വിനയൻ്റെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് സ്റ്റെയർ കേസുകൾ ചവിട്ടിയിറങ്ങി. രശ്മി മുന്നിൽ ഓടുകയായിരുന്നു. വിനയനും കീർത്തിയും അവളുടെ ഒപ്പം എത്താൻ തിടുക്കപ്പെട്ട് നടന്നു. തോട്ടത്തിലെ പനിനീർ ചെടികളിൽ പുതിയ പൂക്കൾ, ഇതളുകളിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന മഞ്ഞുതുള്ളികൾ. നടപ്പാതയിലൂടെ താഴേക്കിറങ്ങുമ്പോൾ ഓടിക്കയറി വരുന്ന ഒരു സംഘം ആൺകുട്ടികളും പെൺകുട്ടികളും. ഏതോ എക്സ്കർഷൻ പാർട്ടി. അവർ വിനയനെയും കീർത്തിയെയും നോക്കി എന്തോ കമൻറ്റ് പറഞ്ഞു. വിനയൻ ചിരിച്ചു. അവരാകെ ലഹരിയിലാണ്. നമ്മളെയും വെറുതെ വിട്ടില്ല. കണ്ടില്ലേ ഒരു പോക്ക്. ബോട്ടിനുള്ളിലേക്ക് കയറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് രശ്മി. ചേച്ചിയും വിനയേട്ടനും വേഗം നടന്നെത്താത്തതിൽ അവൾ അമർഷം പ്രകടിപ്പിച്ചു. ബോട്ടിനുള്ളിൽ കയറി കഴിഞ്ഞിട്ടേ രശ്മിക്ക് ആശ്വാസമായുള്ളൂ. കീർത്തി ചുറ്റും നോക്കി. തടാകത്തിൻ്റെ നീലിമയിൽ വീണുകിടക്കുന്ന ആകാശവും മലനിരകളും. പച്ചക്കുടകൾ നിവർത്തി വെച്ചതുപോലെ ദൂരെ ദൂരെ വൃക്ഷക്കൂട്ടങ്ങൾ. ഇവിടെ മയിലിനെ കാണാൻ പറ്റുമോ വിനയേട്ടാ? ചിലപ്പോൾ. മാനിനെയോ? ചിലപ്പോൾ. എന്നിട്ടെന്താ ഇപ്പോൾ ഒന്നിനെ കാണാത്തത്? കീർത്തിക്ക് ചിരി വന്നു. എന്തിനെക്കുറിച്ചും വിനയേട്ടൻ മറുപടി പറഞ്ഞു കൊള്ളണം എന്നാണ് രശ്മിക്ക്. ഓളങ്ങളെ വകഞ്ഞു മാറ്റി അതിവേഗം പായുന്ന ബോട്ട്. ബോട്ടിൽ നിറയെ യാത്രക്കാർ, അധികവും വിദേശികളായ ടൂറിസ്റ്റുകൾ. ഇറുകിയ ജീൻസും ഷർട്ടും ധരിച്ച ഹിപ്പികൾ. അവർക്കാകെ അത്ഭുതം. സന്തോഷം സഹിക്കാതെ അവർ ഇടയ്ക്കിടെ ശബ്ദമുണ്ടാക്കി ഉറക്കെ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നു. രശ്മി ചോദിച്ചു, എന്താ വിനയേട്ട അവർ പറയുന്നത്? കാഴ്ചകളെ പറ്റിയൊക്കെ ആവും. ഇവരൊക്കെ എവിടെയുള്ളവരാവും? അത് വിനയേട്ടനറിയില്ല കുട്ടി. ദാ നീ അത് കണ്ടോ? അയാൾ ദൂരേക്ക് കൈ ചൂണ്ടി എന്തോ കാട്ടിക്കൊടുത്തു. എന്താണെന്ന് കീർത്തിക്ക് മനസ്സിലായതേയില്ല. അവർ ഇരുവശവും കനം തൂങ്ങി നിൽക്കുന്ന നിശബ്ദത നിറഞ്ഞ ഇരുണ്ട വനങ്ങളിലേക്ക് നോക്കി. ആയിരം രഹസ്യങ്ങൾ മാറിലൊതുക്കി നിൽക്കുകയാണവയെന്ന് അവൾക്ക് തോന്നി. വിനയേട്ടാ, ഇത്രയും നേരമായിട്ടും എന്താ ആനയെ കാണാത്തത്? അത് പിന്നെ രശ്മി, ചിലപ്പോഴേ അവ വെള്ളം കുടിക്കാൻ കാട്ടിൽ നിന്നിറങ്ങി വരികയുള്ളൂ. വരട്ടെ, വരുമ്പോൾ കാണാം. ഇന്ന് വരില്ലേ വെള്ളം കുടിക്കാൻ? ചിലപ്പോൾ വരുമായിരിക്കും. വിനയൻ അങ്ങനെ പറഞ്ഞപ്പോൾ രശ്മിക്ക് സങ്കടം വന്നു. ഇത്രയേറെ ദൂരം പോന്നിട്ടും ഒരാനയെ പോലും കാണാത്തതിൽ കീർത്തിക്കും കുണ്ഠിതം തോന്നി. കുറെ കഴിഞ്ഞ് തടാകത്തിനൊരു പ്രദക്ഷിണ വെച്ച് ബോട്ട് തിരികെ കരയിലേക്ക് മടങ്ങാൻ തുടങ്ങി. രശ്മി അപ്പോഴും പ്രതീക്ഷയോടെ കരയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കീർത്തി ചോദിച്ചു, വിനയേട്ടാ സത്യം പറയൂ, ആനയെ എപ്പോഴാണ് കാണാൻ പറ്റുക? നോക്കൂ രശ്മിയുടെ മുഖം. അവൾക്ക് വലിയ സങ്കടമുണ്ട്. അത് പറയാൻ പറ്റില്ല കീർത്തി. സാരമില്ല, വൈകിട്ട് വന്ന് നോക്കാം. ഇല്ലെങ്കിൽ നാളെ. ഒരാഴ്ച നമ്മളിവിടെ ഉണ്ടല്ലോ. അതിനിടയിൽ ഒരാനയെങ്കിലും അവൾക്ക് കാട്ടിക്കൊടുക്കാതെ ഇവിടുന്ന് മടങ്ങുന്ന പ്രശ്നമില്ല. തീർച്ച. ഉച്ച സൂര്യൻ തലയ്ക്ക് നേരെ മുകളിലെത്തിയിരുന്നു. ബോട്ട് കരയിലെത്തി ഇറങ്ങുമ്പോൾ രശ്മിയുടെ മുഖം വല്ലാതെ വാടിയിരുന്നു. ചേച്ചിയുടെ കൂട്ടുകാരി വഴിയിൽ വെച്ച് പറഞ്ഞത് അത്രയും നുണയാവും. അതല്ല രശ്മി സംഭവിച്ചത്. ഞാൻ പറയാം. ആനയെ മുഴുവൻ അവർ ഒപ്പം കൊണ്ടുപോയിട്ടുണ്ടാവും. വിനയൻ ഉറക്കെ ചിരിച്ചു. വിനയേട്ടാ, ഒന്ന് വെറുതെ ഇരിക്കുന്ന. രശ്മി ഇപ്പോൾ കരയും. അവൾ തിരിഞ്ഞ് രശ്മിയെ സമാധാനിപ്പിച്ചു. നോക്കൂ രശ്മി, സങ്കടപ്പെടണ്ട. നമുക്ക് വൈകുന്നേരം വരാം. അപ്പോൾ തീർച്ചയായും ആനകളെ കാണാതിരിക്കില്ല. അവറ്റ വൈകുന്നേരമാണ് വെള്ളം കുടിക്കാൻ വരിക. അവർ തോട്ടത്തിലൂടെ മുകളിലേക്കുള്ള വഴിയിൽ കൂടി കയറി വരികയായിരുന്നു. അപ്പോഴാണ് മുകളിലത്തെ കൈവരിക്കരികിൽ തന്നെ നോക്കി നിൽക്കുന്ന ആളിനെ കീർത്തി കണ്ടത്. അതോടെ അവൾ വിളറി വെളുത്തുപോയി. പ്രേതത്തെ കണ്ടിട്ടെന്നതുപോലെ അവൾ ഭയന്ന് വിറച്ചു. ദേഹമാസകലം വിയർപ്പിൽ കുളിച്ചു. നാവ് താണു പോകുന്നത് പോലെ. വിളർച്ചയും പരിഭ്രമവും ആവുന്നത്ര പുറത്ത് കാട്ടാതിരിക്കാൻ ശ്രമിച്ച് അവൾ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. പക്ഷേ കാലുകൾ ഭൂമിയിൽ ശരിക്കുറയ്ക്കുന്നില്ല. രശ്മി അവളോടെന്തോ ചോദിച്ചു. അവൾ കേട്ടില്ല. വിനയനും എന്തോ ചോദിച്ചു. കീർത്തി അതും കേട്ടില്ല. രശ്മി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. വിനയൻ ചോദിച്ചു, താനെന്താ നടന്ന സ്വപ്നം കാണുകയാണോ? എത്ര തവണ വിളിച്ചു? എന്താ വിനയേട്ടാ? ശബ്ദം വല്ലാതെ പതറുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞു. എന്താ പരിപാടി? കുറച്ചു നേരം കൂടി ഇവിടെ കറങ്ങുന്നോ അതോ മുറിയിലേക്ക് പോകുന്നോ? ഞാനില്ല മുറിയിലേക്ക്. നമുക്കിവിടെയൊക്കെ നടന്നു കാണാം ചേച്ചി. എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. രശ്മി വാശി പിടിച്ചു. വേണ്ട വിനയേട്ടാ, നമുക്ക് മുറിയിലേക്ക് പോകാം. എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. പെട്ടെന്നൊരു തലകറക്കം പോലെ. കീർത്തി വല്ലാതെ അവശയായിരുന്നു. വെയിൽ കൊണ്ടിട്ടാവും. മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. മുറിയിൽ ചെന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ മാറും. മുറ്റത്തെത്തിയപ്പോൾ വിനയൻ ചോദിച്ചു, തലച്ചുറ്റൽ കൂടുതലുണ്ടോ? ഇല്ല. കീർത്തിയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. സ്റ്റെയർ കേസ് കയറി മുകളിലത്തെ വരാന്തയിലൂടെ നടക്കവേ അവൾ ജനാലയിലൂടെ താഴേക്ക് തോട്ടത്തിലെ കൈവരിക്കടുത്തേക്ക് നോക്കി. തോട്ടത്തിലേക്കുള്ള പാതയിൽ അയാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ജയനാരായണൻ. കഥ തുടരും.